UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ നാളെ തൃശൂരിലെത്തും. തന്നെ നേതാവാക്കിയ കോൺഗ്രസ് ആണെന്നും പാർട്ടി എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്നും TN പ്രതാപൻ MP. ചാലക്കുടിയിൽ BDJS സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മറിച്ചൊരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന സംഘത്തിലെ ഒരാളെ കൂടി ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ചെങ്ങാലൂർ മനക്കൽ കടവ് ജലസേചന പദ്ധതിയെ തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ഇന്ന് മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വൈകിട്ട് ലക്ഷദീപം തെളിയും. നാളെ ബലിയിടൽ ചടങ്ങിനായി തർപ്പണ കേന്ദ്രങ്ങൾ ഒരുങ്ങി. വിശദമായ വാർത്തയിലേക്ക്. കെ മുരളീധരന്റെ വിജയത്തിനായി പ്രവർത്തനം ആരംഭിച്ച് UDF ക്യാമ്പുകൾ. അപ്രതീക്ഷിതമായി TN പ്രതാപനെ മാറ്റി മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ അമ്പരന്ന UDF ക്യാമ്പുകൾ മാറ്റം ഉൾക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ നിശ്ചയിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെയുണ്ടാകും. ഇതേസമയം കൂടിയാലോചനകളില്ലാതെ തന്നെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റിയതിൽ മുരളീധരന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. നാളെ തൃശൂരിലെത്തുന്ന UDF സ്ഥാനാർത്ഥി കെ മുരളീധരന് പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം നൽകും. തൃശൂരിലെ ചുവരെഴുത്തുകൾ മാറ്റിയെഴുതി TN പ്രതാപൻ. മികച്ച ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ ജയിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. സ്വന്തം നിഴൽ പോലും കൂടെയില്ലാത്ത പത്മജ BJPയിലേക്ക് പോയത് വിഷയമേയല്ലെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. പത്മജയെപ്പോലുള്ള ഒറ്റുകാരെ ഉൾപ്പെടുത്തി കോൺഗ്രസ് അനുകൂല വോട്ട് പിടിച്ചെടുക്കാനുള്ള BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി മാറ്റത്തിന്റെ ലക്ഷ്യമെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. സ്വന്തം നിഴല് പോലും കൂടെയില്ലാത്ത പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതോ കോൺഗ്രസിന് ഒറ്റ കൊടുത്തോ ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. ഞങ്ങളെ സംബന്ധിച്ച് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായത് ഞങ്ങൾക്ക് ഏറെ ആഹ്ലാദവും അതിലേറെ അഭിമാനവും എന്ന് സൂചിപ്പിക്കാം. മുൻ കേരള കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന കെ മുരളീധരനെ പോലെയുള്ള വലിയ നേതാവിനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുമ്പോൾ 100% ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം, ഉജ്ജ്വല വിജയം ഞങ്ങൾക്ക് ആവർത്തിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം കൊടുത്ത് അദ്ദേഹത്തെ കൂട്ടി ഞങ്ങൾ റൗണ്ടിൽ ആയിരക്കണക്കിന് UDF പ്രവർത്തകന്മാരുമായി ഞങ്ങൾ വലിയ റോഡ് ഷോ നടത്തി നമ്മൾ മുന്നോട്ട് പോകും. ശനിയാഴ്ച തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന കെ മുരളീധരന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണവും തുടർന്ന് ആയിരക്കണക്കിന് UDF പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള റോഡ് ഷോയും നടക്കും. വ്യക്തിയല്ല, സന്ദർഭത്തിന്റെ മികവാണ് ചില രാഷ്ട്രീയ സാഹചര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. രാഷ്ട്രീയത്തിന് ചില പ്രത്യേകതകളുണ്ട്. സന്ദർഭത്തിനനുസരിച്ച് തീരുമാനമെടുക്കുകയും അത് യുക്തിബദ്ധമാവുകയും എടുക്കുന്ന തീരുമാനം ബുദ്ധിപരമാവുകയും ചെയ്യാന്നുള്ളതാണ്. TN പ്രതാപൻ്റെ ബുദ്ധിയും തന്ത്രവും കോൺഗ്രസിൻ്റെ ശക്തിയും കരുത്തും കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ സമർപ്പണവും ആത്മാർത്ഥതയും ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം മുൻപത്തേക്കാൾ കൂടുതൽ ഉന്നതമായി മാറും. മുരളീധരൻ മികച്ച സ്ഥാനാർത്ഥിയാണ്. ലീഡറിന്റെ സെന്റിമെന്റ്സിനെ ഉപയോഗപ്പെടുത്താനുള്ള തൃശൂരിൽ വന്ന് കൊയ്യാമെന്നുള്ള ചിലരുടെ വക്രബുദ്ധിയെ അടിക്കുകയാണ് ലക്ഷ്യമെന്നും തന്റെ പാർട്ടിയാണ് തനിക്ക് വലുതെന്നും പാർട്ടി എന്തു പറഞ്ഞാലും താൻ അനുസരിക്കുമെന്നും പ്രതാപൻ അഭിപ്രായപ്പെട്ടു. എനിക്ക് എൻ്റെ പാർട്ടി എന്ത് പറയുന്നു? പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് എൻ്റെ അവസാനത്തെ തീരുമാനം. എൻ്റെ ജീവൻ എൻ്റെ പാർട്ടിയാണ്. എൻ്റെ പാർട്ടി കുഴികുത്താൻ പറഞ്ഞാൽ കുഴികുത്തും, പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കും, ചുവരെഴുതാൻ പറഞ്ഞാൽ ചുവരെഴുതും. ഇനി നാളെ കടലിൽ ചാടാൻ വേണ്ടി പറഞ്ഞാൽ എൻ്റെ പാർട്ടിക്ക് വേണ്ടി കടലിൽ ചാടും. തൃശൂർ MG റോഡിലെ കോട്ടപ്പുറം പാലത്തിന്റെ ചുവരുകളിൽ തന്റെ പേര് എഴുതിയിരുന്നത് പ്രതാപൻ തന്നെ മായ്ച്ച് കെ മുരളീധരന്റെ പേരെഴുതി മുരളീധരന് വേണ്ടിയുള്ള പ്രചരണത്തിന് തുടക്കമിട്ടു. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടി മണ്ഡലത്തിൽ NDA മുന്നണിയിൽ BDJS സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മറിച്ചൊരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥിത്വം മോഹിച്ചാണ് പത്മജ BJPയിൽ വന്നതെന്ന് കരുതുന്നില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന സംഘത്തിലെ മുഖ്യപ്രതിയെ ഒല്ലൂർ പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി അമ്പാടിയിൽ വീട്ടിൽ പ്രദീപാണ് അറസ്റ്റിലായത്. കേസിലെ മറ്റൊരു പ്രതിയായ ആലപ്പുഴ സ്വദേശി സനലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരെയും മോഷണം നടന്ന വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ മാസമാണ് ഒല്ലൂർ, തലോർ, ഇളംതുരുത്തി, അഞ്ചേരി, കേശവപ്പടി, വിയ്യൂർ, വടക്കഞ്ചേരി, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതികൾ ബൈക്കിലെത്തി മാല മോഷണം നടത്തിയത്.
ബസ്സിൽ മോഷണം നടത്തിയ ഇതര സംസ്ഥാന മോഷണ സംഘത്തിലെ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശിനി ഗായത്രി എന്ന സുബ്ബമ്മയെ ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം വേലൂർ സ്വദേശിനി ഹിയാനിയുടെ പണമടങ്ങിയ ബാഗാണ് യുവതി കവർന്നത്. വേലൂരിൽ നിന്നും ബസ്സിൽ കേച്ചേരിയിലേക്കുള്ള യാത്രക്കിടെയാണ് മോഷ്ടാവ് യുവതിയുടെ 5000 രൂപ പണവും ATM കാർഡും അടങ്ങിയ ബാഗ് കവർന്നത്. ബസ്സിലെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ചെങ്ങാലൂർ മനക്കൽ കടവ് ജലസേചന പദ്ധതിയെ തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ചെങ്ങാലൂർ കുറുമാലിപ്പുഴയിലെ മനക്കൽ കടവ് ജലസേചന പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. പുതുക്കാട് പഞ്ചായത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കാർഷിക ആവശ്യത്തിന് വെള്ളം എത്തിക്കുന്ന പൈപ്പുകളാണ് പലയിടങ്ങളിലായി പൊട്ടിക്കിടക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെയാണ് പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പൊട്ടി വെള്ളം പറമ്പിലും റോഡിലും കെട്ടിക്കിടക്കുകയാണ്. മനക്കൽ കടവ് ക്ഷേത്രത്തിന് സമീപത്ത് 2 ഇടത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലും പറമ്പുകളിലും വെള്ളം നിറഞ്ഞുകിടക്കുകയാണ്. സൂര്യഗ്രാമം, മാട്ടുമല തുടങ്ങിയ പ്രദേശത്തുള്ളവർ ആശ്രയിക്കുന്ന പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടിയതോടെ കൃത്യമായി ഇവിടേക്ക് വെള്ളം എത്തുന്നില്ലെന്ന പരാതിയുണ്ട്. വേനൽ കനത്തതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ ജലക്ഷാമവും രൂക്ഷമാണ്. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവായതോടെ നാട്ടുകാർ പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപമുണ്ട്. 1 മാസം മുൻപ് പൈപ്പ് പൊട്ടിയത് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും തൊട്ടടുത്ത ദിവസം ഇവിടെ വീണ്ടും പൈപ്പ് പൊട്ടുകയായിരുന്നു. പറമ്പുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതോടെ മതിലുകൾ ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയും വീട്ടുകാർക്കുണ്ട്. 100 കണക്കിന് കർഷകരാണ് പദ്ധതിയെ ആശ്രയിച്ച് ഇന്ന് മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വ്രതശുദ്ധിയോടെ ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തർ രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ശിവഭജനം നടത്തും. ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും എഴുന്നള്ളത്തുകളുമുണ്ട്. ശിവരാത്രി ദിനത്തിൽ വ്രതമെടുക്കുന്നവരിൽ നാളെ ബലിതർപ്പണം നടത്തുന്നവരുമുണ്ട്. ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുങ്ങിക്കഴിഞ്ഞു. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും വടക്കുന്നാഥ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. പുലർച്ചെ നെയ്യഭിഷേകം, നിറമാല എന്നിവ നടന്നു. രാവിലെ 1001 കതിന മുഴങ്ങി. 8-ന് ശ്രീ മൂലസ്ഥാനത്ത് കലാമണ്ഡലം വിനയന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി. ശ്രീ മൂലസ്ഥാനത്തെ ശിവരാത്രി മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. വൈകിട്ട് ലക്ഷദീപം തെളിയിക്കൽ, 1001 കതിനവെടി എന്നിവ ഉണ്ടാവും. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. രാവിലെ പള്ളിയുണർത്തൽ, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. വിവിധ സംഘങ്ങളുടെ കാവടിയാട്ടം, വൈകിട്ട് തെയ്യം, രാത്രി വിവിധ സംഘങ്ങളുടെ കാവടിയാട്ടം എന്നിവ നടക്കും. മഹാശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിൽ നാളെ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തും.
രാത്രി 12:30 മുതൽ ആരംഭിക്കുന്ന പിതൃക്കൾക്കുള്ള ബലിയിടൽ ഉച്ചവരെ നീളും. പുഴയോരത്ത് ഇതിനായി വലിയ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. പുഴയിലെ വെള്ളം ക്രമീകരിക്കുകയും ചെയ്തു. സുരക്ഷയുടെ ഭാഗമായി അഗ്നിശമന വിഭാഗം പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ടാകും. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സംവിധാനം ഏർപ്പെടുത്തി. നടിയും നർത്തകിയുമായ ജയശ്രീ ശിവദാസ് ശിവരാത്രി ദിനത്തിൽ വടക്കുന്നാഥന് മുന്നിൽ വീണ്ടും ചിലങ്കയണിഞ്ഞു. നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജയശ്രീ ശിവദാസ് വടക്കുന്നാഥന് മുന്നിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. തൃശൂർ അമലനഗർ അനന്യ നൃത്ത കലാക്ഷേത്രത്തിലെ കുട്ടൻ, ഭാര്യ ലത എന്നിവരാണ് ജയശ്രീ ശിവദാസിന്റെ നൃത്തകലാ അധ്യാപകർ. UKG മുതൽ നൃത്തം പഠിക്കുന്ന ജയശ്രീ വേദികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. നിരവധി കലാസ്വാദകരും ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി സംബന്ധിച്ച് വ്യക്തത വരുത്തി മോട്ടോർ വാഹന വകുപ്പ്. 2019 സെപ്റ്റംബർ 1 മുൻപാണ് ലൈസൻസ് എടുത്തതെങ്കിൽ 20 വർഷത്തേക്ക് അല്ലെങ്കിൽ 50 വയസ്സ് ആകുന്നതുവരേക്കോ ഏതാണ് ആദ്യം അന്നുവരെയായിരുന്നു ലൈസൻസിന്റെ കാലാവധി ലഭിച്ചിരുന്നത്. ട്രാൻസ്പോർട്ട് വാഹനമെങ്കിൽ 3 വർഷമായിരുന്നു കാലാവധി. മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതോടെ മോട്ടോർ വാഹന വകുപ്പ് പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 2019 സെപ്റ്റംബർ 1 ശേഷം എടുത്തിട്ടുള്ള പുതുക്കിയ ലൈസൻസ് ആണെങ്കിൽ ഇനി പറയുന്ന രീതിയിലാണ് കാലാവധി. ലൈസൻസ് എടുത്ത 30 വയസ്സിന് താഴെയുള്ളവർക്ക് 40 വയസ്സ് വരെയാകും കാലാവധി. 30നും 50നും ഇടയിൽ പ്രായമുള്ളവർക്ക് 10 വർഷത്തേക്ക്, 50നും 55നും ഇടയിൽ പ്രായമുള്ളവർക്ക് 60 വയസ്സ് വരെ, 55ന് മുകളിലുള്ളവർക്ക് 5 വർഷം വീതമാണ് കാലാവധി. കാലാവധി തീരുന്നതിന് 1 വർഷത്തിനകം ലൈസൻസ് പുതുക്കാവുന്നതാണ്. മണത്തലയിൽ മരം കയറ്റി പോകുകയായിരുന്ന ലോറി മറിഞ്ഞു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കണ്ണൂരിൽ നിന്നും മരം കയറ്റി പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്ന ലോറി ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഈ സമയം വണ്ടിയിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. സാമൂഹിക വിരുദ്ധർക്കെതിരെ പ്രതികരിച്ചതിന് പൊതുപ്രവർത്തകനു നേരെ വധശ്രമം. മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം സെക്രട്ടറി കോട്ടാൽ മാനംകണ്ടത്ത് വീട്ടിൽ അബ്ദുൾ ഗനിയെയാണ് മർദ്ദിച്ചത്. കൈക്കും തലയ്ക്കും പരിക്കേറ്റ അബ്ദുൾ ഗനിയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവിൽ നിന്നും ചാലിശ്ശേരിയിലെ ഭാര്യ വീട്ടിലേക്ക് ബൈക്കിൽ പോകുകയായിരുന്ന ഗനിയെ മറ്റൊരു ബൈക്കിൽ പിന്തുടർന്ന സംഘം പെരിങ്ങോട് റോഡിനു സമീപം വെച്ച് ആക്രമിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ ഗനി പോലീസിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അക്രമികളിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കോട്ടോലിലെ സ്ഥിരം സാമൂഹിക വിരുദ്ധർക്കെതിരെ ഗനി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പറയുന്നു. ആഴ്ചകൾക്ക് മുൻപ് ഗനിയുടെ സഹോദരൻ താഹയെയും സംഘം മർദ്ദിച്ചിരുന്നു. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ പ്രകോപിപ്പിക്കരുതെന്ന മുന്നറിയിപ്പുമായി വനം വകുപ്പ്. ഒരു കാരണവശാലും ആനയെ സമീപിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യരുത്. സുരക്ഷിതമായ അകലം പാലിക്കണം. വാഹനത്തിലാണെങ്കിൽ എഞ്ചിൻ ഓഫാക്കുകയോ ഹോൺ മുഴക്കുകയോ ചെയ്യരുതെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇരുചെവികളും വിടർത്തി നിശ്ചലമായി നിൽക്കുകയാണെങ്കിൽ ആനകൾ അപകടം മണത്തു എന്നതിന്റെ ലക്ഷണമാണ്. വാൽ മുകളിലേക്കോ താഴേക്കോ ബലം പിടിച്ച അവസ്ഥയിലാണെങ്കിൽ ആനകൾ സമ്മർദ്ദത്തിലാണെന്ന് മനസ്സിലാക്കണം. തുമ്പിക്കൈ ചുരുട്ടി തലകുനിച്ച് തിരിയുന്നുവെങ്കിൽ ആന അക്രമാസക്തമാവുകയാണ്. ഒറ്റയാനകൾ, കുഞ്ഞുങ്ങളുള്ള ആനക്കൂട്ടം എന്നിവയുടെ സ്വഭാവവും പ്രതികരണവും വ്യത്യസ്തമായിരിക്കുമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ ദർശനത്തിനായി വൻ ഭക്തജന തിരക്ക്. ആഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. മേളം, നാദസ്വര കച്ചേരി, വിളക്കാചാരണം എന്നിവയും ഉണ്ടാകും. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എടത്തിരുത്തിയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. LDF 6ാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കുമ്പളപ്പറമ്പ് സെന്ററിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണികണ്ഠൻ വാഴപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. LDF 2ാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പുളിഞ്ചോട് സെന്ററിൽ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. NB സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് തിരുവില്ലാമല സ്വദേശി മരിച്ചു. മലേശമംഗലം പുത്തൻമാരി 48 വയസ്സുള്ള സോമനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് വെച്ചായിരുന്നു അപകടം. ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് സോമൻ.
എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ വനിതാ ദിനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം സ്ഥാപിച്ച പിങ്ക് കഫേയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. ജില്ലയിലെ ആദ്യത്തെ പിങ്ക് കഫേയാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ താക്കോൽദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ K. രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു സ്ത്രീത്വത്തിന്റെ മാതൃക കൂടിയായിട്ട് ആശപ്പെട്ടിട്ടാണ് പല സ്ത്രീകളും ഇവിടെ അടങ്ങുന്ന ഒരു യൂണിറ്റായി മാറി. നെൽകർഷകർക്ക് പ്രതീക്ഷ നൽകി വേലൂർ കിടായിച്ചിറ നവീകരണ പദ്ധതി. ജലസംഭരണിയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രദേശത്തെ നെൽകൃഷിയുടെ വിസ്തൃതിയും വർദ്ധിക്കും. വിനോദത്തിനായും ചിറയെ ഉപയോഗപ്പെടുത്തുവാൻ പദ്ധതിയുണ്ട്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കോടശ്ശേരിയിൽ 4 ഏക്കറോളം സ്ഥലത്താണ് കീടായിച്ചിറ സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്ത് കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന പ്രധാന ജലസ്രോതസ്സാണ് കീടായിച്ചിറ. കാലപ്പഴക്കത്താൽ മണ്ണടിഞ്ഞ് ചിറയുടെ വിസ്തൃതിയും ആഴവും കുറഞ്ഞതോടെ ചിറയിലെ വെള്ളം പറ്റി കാർഷിക വൃത്തിക്ക് പ്രതികൂല സാഹചര്യമായി മാറി. AC മൊയ്തീൻ MLA മന്ത്രിയായിരിക്കെ നടത്തിയ ശ്രമഫലമായാണ് ചിറ നവീകരണത്തിന് 3 കോടി രൂപ ലഭ്യമായത്. നവീകരണ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ വേലൂർ, വെങ്ങിലിശ്ശേരി, വെള്ളാറ്റഞ്ഞൂർ, പുലിയന്നൂർ, തണ്ടിലം ഭാഗങ്ങളിലെ നെൽകൃഷിക്ക് ജലലഭ്യത കൂടും. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന പ്രദേശങ്ങളിൽ എത്തിക്കുവാനും പദ്ധതിയുണ്ട്. വേലൂരിലെയും സമീപ പാടശേഖരങ്ങളിലെയും ജലസേചനത്തിനും പ്രദേശത്തെ കുടിവെള്ള പദ്ധതികൾക്കും ഭൂഗർഭ ജലസംരക്ഷണത്തിനും വിനോദസഞ്ചാരത്തിനും ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ചിറയുടെ നവീകരണം നടത്തുന്നത്. പദ്ധതിയുടെ ഭാഗമായി ചിറയിലെ മണ്ണ് നീക്കി ആഴം കൂട്ടി ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കും. ചിറയുടെ മനോഹാരിത ആസ്വദിക്കാൻ പ്രദേശത്തെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഇന്റർലോക്ക് ചെയ്ത് അതിർത്തി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തും. പ്രദേശങ്ങളിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനും അതുവഴി കൂടി വെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും സാധിക്കും. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇന്ന് വനിതാ ദിനം. സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേറിലും ചെളിയിലും ഇറങ്ങാൻ മടിച്ച് നെൽകൃഷിയിൽ നിന്ന് മുഖം തിരിക്കുന്നവർക്കിടയിൽ വേറിട്ടു നിൽക്കുകയാണ് കനകമല പഴമ്പിള്ളിയിലുള്ള ലളിത എന്ന 57-കാരി. നിലം പാട്ടത്തിനെടുത്താണ് ഇവർ നെൽകൃഷി ചെയ്തു പോരുന്നത്. പച്ചക്കറി അടക്കമുള്ള വിവിധ കൃഷികൾ ചെയ്തു വന്നിരുന്ന ലളിത കഴിഞ്ഞ 7 വർഷത്തോളമായി നെൽകൃഷിയിൽ സജീവമാണ്. 6 വർഷമായിട്ട് ഞാൻ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു. ഈ പ്രാവശ്യം ഈ കടുംകുറ്റി പാടത്ത് വന്നു ഞങ്ങൾ ഈ കൃഷി നല്ല രീതിയിൽ ചെയ്തു. വളരെ നല്ല ഭംഗിയായി ചെയ്തു. കൊയ്ത്തു മെഷീൻ ഇറങ്ങി എല്ലാവരുടെയും നെല്ലുകളും സംഭരിച്ചു തുടങ്ങി. നിലമൊരുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാർഷിക ജോലികളിൽ പങ്കാളിയാവുന്ന ലളിത കൊടകര പഞ്ചായത്തിലെ തേശ്ശേരി മുരുക്കുംപട്ട പാടശേഖരത്തിലാണ് വർഷങ്ങളായി നെൽകൃഷി ചെയ്തിരുന്നത്. ഈയിടെയായി ഇവിടെ നെൽകൃഷി ഇറക്കാൻ ചില തടസ്സങ്ങൾ നേരിട്ടതോടെ സമീപത്തെ മറ്റു പാടശേഖരങ്ങളിൽ നിലം പാട്ടത്തിനെടുത്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. മുണ്ടകൻ വിളയാണ് പതിവായി ഇറക്കുന്നത്. കനകമല പഴമ്പിള്ളി കടുംകുറ്റിപ്പാടത്ത് പതിറ്റാണ്ടുകളായി തരിശുകിടന്ന 30 ഏക്കർ നിലം കൃഷിയോഗ്യമാക്കിയെടുത്തതിൽ ലളിത എന്ന കർഷകയുടെ പങ്ക് ചെറുതല്ല. ഇവിടുത്തെ 7 ഏക്കർ തരിശുനിലത്തിലാണ് ഈ കർഷക ഇത്തവണ മുണ്ടകൻ വിളയിറക്കി മികച്ച വിളവ് കൊയ്തെടുത്തത്. നെൽകൃഷി നഷ്ടമാണെന്നും കാർഷിക പണികൾക്ക് ആളെ കിട്ടാനില്ലെന്നും പറഞ്ഞ് പാടശേഖരങ്ങൾ തരിച്ചിടുന്നത് കാണുമ്പോൾ ഉള്ളിൽ നിരാശയും സങ്കടവും തോന്നാറുണ്ടെന്ന് ലളിത പറയുന്നു. ജലസേചന സൗകര്യമുള്ള ഏതു പാടശേഖരത്തിലും നിലം പാട്ടത്തിന് കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റെടുത്ത് അവിടെ നെല്ല് വിളയിക്കാൻ ഈ കർഷക ഒരുക്കമാണ്. ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കൃഷിയിൽ സജീവമായി തുടരാനുള്ള ലളിതയുടെ നിശ്ചയദാർഢ്യത്തിന് ഭർത്താവും മക്കളും പിന്തുണയായി ഒപ്പമുണ്ട്. TCV ന്യൂസ്, കൊടകര. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നോ ഹിയർ ഓഫ് ഡാർക്ക് എന്ന പേരിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ച് വനിതാ കൂട്ടായ്മ. നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക, മാനസിക, വൈകാരിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിന് സന്ദേശം നൽകുവാനും രാത്രി നേരങ്ങളിൽ സ്ത്രീകൾക്ക് നിർഭയരായി ഇറങ്ങി നടക്കാനുമുള്ള സാഹചര്യമൊരുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. തൃശൂർ സിറ്റി പിങ്ക് പോലീസ് ASI ഷൈനി ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണി ഭാരത് കോർപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു.
നീതിന്യായ വ്യവസ്ഥയുടെ ഉയർന്ന ശ്രേണിയിൽ ഉന്നത വിജയത്തോടെ ഇടം നേടിയ മലയാളി യുവതിക്ക് ആദരങ്ങളുമായി മുംബൈയിലെ നിയമജ്ഞ കൂട്ടായ്മ. ചെറിയ പ്രായത്തിലെ സോളിസിറ്ററായി തിളങ്ങിയാണ് ആലപ്പാട് പുറത്തൂർ സ്വദേശി സോനു ഭാസി ലോകവനിതാ ദിനത്തിൽ മാതൃകയാകുന്നത്. 130 വർഷത്തെ പാരമ്പര്യമുള്ള നിയമജ്ഞരുടെ സംഘടനയായ ദ ബോംബെ ഇൻകോർപ്പറേറ്റഡ് ലോ സൊസൈറ്റി മാർച്ച് 1 മുംബൈ ഇന്ത്യൻ മെർച്ചന്റ്സ് ചേംബറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ സോളിസിറ്റർ പരീക്ഷ പാസായ സോനു ഭാസി ഉൾപ്പെടെ 2016 മുതൽ 2023 വരെ സോളിസിറ്റർ പരീക്ഷ വിജയിച്ചവർക്ക് ആദരം നൽകിയത്. രാജ്യത്ത് തന്നെ വിരലിലെണ്ണാവുന്നവർ മാത്രം വർഷത്തിൽ വിജയിക്കുന്ന സോളിസിറ്റർ പരീക്ഷ ആദ്യ ശ്രമത്തിൽ തന്നെ എല്ലാ വിഷയങ്ങളിലും ഉയർന്ന മാർക്കോടെയായിരുന്നു സോനു ഭാസി വിജയിച്ചത്. ബോംബെ ഹൈക്കോടതി സോളിസിറ്റർ പരീക്ഷയിൽ 2019 വിജയിച്ച ഏക വിദ്യാർത്ഥിയായ സോനു ഭാസി മുംബൈ യൂണിവേഴ്സിറ്റിയിലെ LLB സ്വർണ്ണ മെഡലിസ്റ്റ് കൂടിയാണ്. ആലപ്പാട് പുറത്തൂർ വാരിയത്ത് പറമ്പിൽ ഭാസിയുടെയും നിവേദിതയുടെയും മകളായ സോനുവും നിയമവിദ്യാർത്ഥിയായ ഏക സഹോദരൻ സ്വരൂപുമടങ്ങുന്ന കുടുംബം മുംബൈയിലാണ് താമസം. മുംബൈയിലെ പ്രമുഖ നിയമജ്ഞരുടെ സ്ഥാപനമായ സിറിൽ അമർചന്ദ് മകൾ ദാസിൽ ഉദ്യോഗസ്ഥയാണിപ്പോൾ സോനു ഭാസി. TCV ന്യൂസ്, തൃശൂർ. പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പശുവളർത്തൽ തിരഞ്ഞെടുത്ത് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കയ്പമംഗലം സ്വദേശിനിയായ ഒരു വീട്ടമ്മ. ഫോട്ടോഗ്രാഫറായ വഴിയമ്പലം പാറപ്പുറത്ത് സുബൈറിന്റെ ഭാര്യ അനീഷയാണ് അതിജീവനത്തിനായി പശുവളർത്തൽ തിരഞ്ഞെടുത്തത്. ഒരു നാടിന് മുഴുവൻ മാതൃകയായി മാറിയത്. കോവിഡ് കാലത്താണ് അനീഷയുടെ പിതാവ് വീട്ടിൽ വളർത്തിയിരുന്ന 4 കറവ പശുക്കളെ മകൾക്ക് വരുമാന മാർഗമെന്ന നിലയിൽ വളർത്താൻ നൽകിയത്. ചെറുപ്പത്തിലെ പശുക്കളോട് കൂട്ടുകൂടിയിരുന്ന അനീഷയ്ക്ക് ആ 4 പശുക്കൾ പിന്നീട് ജീവനും ജീവിതവുമായി മാറുകയായിരുന്നു. പാൽ വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു വിദ്യാർത്ഥികളായ 3 പെൺമക്കളും ഉൾപ്പെട്ട കുടുംബത്തിനെ പിന്നീട് മുന്നോട്ട് നയിച്ചത്. പ്രതിസന്ധികൾ ഒന്നൊന്നായി പിന്തുടർന്നപ്പോഴും പശു വളർത്തൽ തന്നെയാണ് തന്റെ ജീവിത നിയോഗമെന്ന് മനസ്സിലുറപ്പിച്ച BCom ബിരുദധാരിയായ അനീഷ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് 4 പശുക്കളെ കൂടി സ്വന്തമാക്കി. ചെറിയ തോതിൽ ഒരു ഫാമിനും തുടക്കമിട്ടു. പശുപരിപാലനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ശാസ്ത്രീയ വശങ്ങളും പരിശീലനങ്ങളിലൂടെ സ്വന്തമാക്കി. വെറ്റിനറി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും നാട്ടുകാരുടെ പിന്തുണയുമെല്ലാം ഏറെ സഹായകരമായി. ഹോട്ടലുകളിലും വീടുകളിലും പാൽ വിൽപ്പന തകൃതിയായതോടെ ആത്മവിശ്വാസവും ഇരട്ടിയായി. ക്രമേണ പശുക്കളുടെ എണ്ണം 15-ലെത്തി. ഫാമിന്റെ ഭൗതിക സൗകര്യങ്ങളും വിപുലമാക്കി. കറക്കുന്നതിന് യന്ത്രവും പശുക്കളെ മുഴുവൻ സമയം പരിപാലിക്കുന്നതിനുമായി പ്രതിമാസ ശമ്പള നിരക്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെയും നിയമിച്ചു. പാലും പാലുൽപ്പന്നങ്ങളും ഇള എന്ന പേരിൽ വിപണിയിലെത്തിച്ചു. എൻ്റെ ഉപ്പാക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. പിന്നെ ഉപ്പ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ഉപ്പ ഗൾഫ് ഉപേക്ഷിച്ചതിന് ശേഷം പശു വളർത്തലായിട്ട് ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ഇവരിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതങ്ങളെല്ലാം മുന്നോട്ട് പോണത്. ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കടകളിൽ ഞാൻ പാൽ കൊടുക്കുന്നുണ്ട്. ഡെയിലി ചായക്കടകളിൽ നമുക്ക് ഡെയിലി പാലിൻ്റെ കാശ് കിട്ടും. പിന്നെ വീടുകളിലും കൊടുക്കുന്നുണ്ട്. ഞാൻ വീടുകളിൽ നിന്ന് എനിക്ക് മാസമായിട്ടും കിട്ടും. ഇവിടേക്ക് എത്താൻ ഞാൻ കുറേ കഠിന പരിശ്രമം നടത്തിയിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഫാമിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരായാലും നാട്ടുകാരായാലും വാസികളായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. 2020 4 പശുക്കളിൽ നിന്ന് തുടങ്ങി 4 വർഷം തികയുമ്പോൾ നാടൻ ഇനങ്ങൾക്ക് പുറമെ ജേഴ്സി, HF, ഗീർ, സിന്ധി തുടങ്ങിയവ ഉൾപ്പെടെ 15-ലെത്തി നിൽക്കുമ്പോൾ അത് പെൺകരുത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും പ്രതീകം കൂടിയാണ്. കുടുംബശ്രീയുമായി ചേർന്ന് വൈവിധ്യമാർന്ന പാലുൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനാണ് അനീഷയുടെ അടുത്ത ലക്ഷ്യം. വിവിധയിടങ്ങളിൽ വെറ്റിനറി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പശുപരിപാലനവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നയിക്കുന്നതും അനീഷയാണ്. TCV കയ്പമംഗലം. കാട്ടൂർ പഞ്ചായത്തിലെ ഹോമിയോ ഡിസ്പെൻസറി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി ഡോക്ടർ R. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഹോമിയോ ഡിസ്പെൻസറിയുടെ പ്രവർത്തനത്തിനായി സ്ഥലം വിട്ടുതന്ന ഷിബു ഡേവിസിനെ അഭിനന്ദിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, കാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VM കമറുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അനധികൃത മദ്യവിൽപ്പന നടത്തിയ മറ്റം സ്വദേശിയെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി.
ആളൂർ മറ്റം തലക്കോട്ടൂർ വീട്ടിൽ പ്രിൻസിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ബീവറേജിൽ നിന്നും മദ്യം ശേഖരിച്ച് പുലർച്ചെ 5 മണി മുതൽ 6 മണി വരെ മറ്റം കൂനംമൂച്ചി മേഖലകളിൽ ഓട്ടോറിക്ഷയിലും വീട്ടിലും അനധികൃത മദ്യം വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. വീടിനോട് ചേർന്ന് പ്ലാസ്റ്റിക് ചാക്കുകളിൽ സൂക്ഷിച്ച നിലയിൽ 6.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടികൂടി. എടക്കഴിയൂർ അതിർത്തിയിൽ ഫ്രൂട്ട്സ് കച്ചവട വ്യാപാരിയെ കടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് വടക്കുംചേരി സ്വദേശി കണ്ണനെയാണ് കടയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാവക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് പഞ്ചായത്തിൽ ചട്ടവിരുദ്ധമായി കമ്മിറ്റി യോഗം നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ യോഗം തടസ്സപ്പെടുത്തി. പ്രസിഡന്റും സെക്രട്ടറിയും ഏകാധിപത്യ നടപടി സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് LDF അംഗങ്ങളായ CP സജീവൻ, അനൂപ് മാത്യു, സുമ ഷാജു, ഫിലോമിന ഫ്രാൻസിസ്, ഹിമാദാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം തടസ്സപ്പെടുത്തിയത്. BJP അംഗം രശ്മി ശ്രീഷോപ്പ് വിയോജനക്കുറിപ്പ് നൽകി. പ്രതിഷേധത്തെ തുടർന്ന് യോഗം മാറ്റിവെച്ചു. വരവൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിലേക്ക് ബയോ കമ്പോസ്റ്റർ ബിൻ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിമല പ്രഹ്ലാദൻ, TA ഹിദായത്തുള്ള, പഞ്ചായത്ത് അംഗങ്ങളായ VK സേതുമാധവൻ, M വീരചന്ദ്രൻ, K ജിഷ, PK അനിത തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ശുചിത്വ മേഖലയിലുള്ള ഓരോ പ്രവർത്തനങ്ങളും കുട്ടികളുമായാലും അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് സെന്ററിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സെഫീന അസീസ്, NK കബീർ, TN നമ്പീശൻ, CG ജോൺ, MK രഘു തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ പഠനോത്സവം മുൻ പ്രധാന അധ്യാപിക ജോളിയമ്മ മാത്യു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷത വഹിച്ചു. PM രാഗിണി, KM ശ്രീജാബായ്, KV ഷൈബു എന്നിവർ സംസാരിച്ചു. സിദ്ധാർത്ഥിന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തെക്കുംകര മണ്ഡലം UDF കമ്മിറ്റി നടത്തിയ പ്രതിഷേധ യോഗവും പ്രകടനവും പുന്നമ്പറമ്പ് സെന്ററിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൽദോ തോമസ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വർഗീസ് വാഗയിൽ, ഒറ്റയിൽ ശ്രീകൃഷ്ണൻ, ജോണി ചിറ്റിലപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യ സംസ്കരണത്തിനായി സോളാർ ഫിഷ് ഡ്രയർ നിർമ്മിച്ച് വിദ്യാർത്ഥികൾ. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഡ്രയർ നിർമ്മിച്ച് നൽകിയത്. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ജില്ലയിലെ 37 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കായി നടപ്പിലാക്കിയ പ്രോജക്റ്റുകളിൽ ഒന്നായിരുന്നു സോളാർ ഫിഷ് ഡ്രയർ. തീരദേശ മേഖലയായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നിർമ്മിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് വിദ്യാർത്ഥികൾ ഈ പ്രോജക്റ്റ് തിരഞ്ഞെടുത്തത്. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയായിരുന്നു. 52,000 രൂപയാണ് നിർമ്മാണ ചെലവിനായി അനുവദിച്ചിരുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആദ്യത്തെ ഡ്രയർ നിർമ്മാണം പൂർത്തിയാക്കിയതോടെ പരീക്ഷണം വിജയിച്ചു. അനുവദിച്ച തുക ഉപയോഗിച്ച് 5 ഡ്രയറുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. വേഗത്തിലും വൃത്തിയോടെയും മത്സ്യം ഉണക്കിയെടുക്കാൻ സാധിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊരു വരുമാന മാർഗം കൂടിയാണ്. സംസ്കരിച്ച മത്സ്യം ഗുണനിലവാരമുള്ള ഉൽപ്പന്നമായതിനാൽ മികച്ച കയറ്റുമതി സാധ്യതയും ലക്ഷ്യമാക്കുന്നുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PS ജയശ്രീ, പ്രോജക്ട് കോർഡിനേറ്റർ ഹേന വിജയൻ, PTA പ്രസിഡന്റ് KP ഷാജി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ EG സജിമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ശിവാനി, അഞ്ജിത, കിരൺ കൃഷ്ണ, നവനീത് നിരഞ്ജൻ എന്നിവരാണ് ഫിഷ് ഡ്രയർ നിർമ്മാണത്തിന് പിറകിൽ. കയ്പമംഗലം, പെരിഞ്ഞനം എന്നീ പഞ്ചായത്തുകളിലെ നിർധനരായ മത്സ്യത്തൊഴിലാളികൾക്ക് അതത് പഞ്ചായത്തുകൾ വഴി ഇവ വിതരണവും ചെയ്തു കഴിഞ്ഞു. TCV ന്യൂസ്, കയ്പമംഗലം. ജാർഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA ഫോക്ലോറിൽ രാഷ്ട്രപതിയുടെ ഗോൾഡ് മെഡലും യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കും കരസ്ഥമാക്കി PR ദിവ്യ.
മനക്കൊടി പള്ളിപ്പുറത്തുകാരൻ PB രണദേവിന്റെയും 6ാം വാർഡ് ആശാ വർക്കർ പ്രീതയുടെയും മകളാണ്. ദാഹിച്ചു വലയുന്നവർക്കായി കൊടകര പഞ്ചായത്ത് സംഭാരം വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്വപ്ന സത്യൻ, ദിവ്യ ഷാജു, ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ദിനത്തിൽ നടത്തിയ വേദസാര ശിവസഹസ്രനാമ സഹസ്രാർച്ചന ഭക്തിസാന്ദ്രമായി. ആധ്യാത്മികാചാര്യൻ വിജയൻ മേനോൻ ആചാര്യനായിരുന്നു. മതിലകം കളരിപ്പറമ്പ് വായനശാലയുടെ 3ാമത് പ്രൊഫസർ MN വിജയൻ പുരസ്കാരം കവിയും പ്രഭാഷകനുമായ PN ഗോപികൃഷ്ണന് സമ്മാനിക്കും. PN ഗോപികൃഷ്ണന്റെ സാമൂഹ്യവും സാംസ്കാരികവും സാഹിത്യപരവുമായ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏപ്രിലിൽ സമ്മാനിക്കും. ജൂറി ചെയർമാൻ K സച്ചിദാനന്ദൻ, ജൂറി അംഗങ്ങളായ രേണു രാമനാഥൻ, സോമൻ താമരക്കുളം, V മനോജ്, വായനശാല സെക്രട്ടറി MS ദിലീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുമേഖലയിൽ രാജ്യത്തെ ആദ്യത്തെ ഫോട്ടോ മ്യൂസിയമായ ഫോട്ടോ മ്യൂസ് കൊടകര ചുങ്കാലിൽ ഞായറാഴ്ച പ്രശസ്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ഹെർബർട്ട് ആഷർമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫിന്റെ പരിണാമ ചരിത്രം എന്ന പ്രദർശനം ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്യും. ഫോട്ടോഗ്രാഫി സംബന്ധമായ ചരിത്ര പ്രാധാന്യമുള്ള ഉപകരണങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, പുസ്തകങ്ങൾ, സാംസ്കാരിക രേഖകൾ തുടങ്ങി 15,000-ഓളം വസ്തുക്കളുടെ ശേഖരമുള്ള മ്യൂസിയം ഗവേഷകർക്കും പൊതുജനങ്ങൾക്കും സൗജന്യമായി സന്ദർശിക്കാവുന്ന വിധമാണ് ഒരുക്കിയിരിക്കുന്നത്. ഫോട്ടോ മ്യൂസ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, പ്രവീൺ മോഹൻദാസ്, ശ്രീനിവാസ് പുല്ലൊഴിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിലെ പടന്ന ഗ്രാമവേദിക്ക് കീഴിൽ ആരംഭിക്കുന്ന വായനശാലയ്ക്കായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ആദ്യ സംഭാവന അഷ്റഫ് നടുപറമ്പിലിന്റെ പക്കൽ നിന്നും VR സുനിൽകുമാർ MLA ഏറ്റുവാങ്ങി. ഗ്രാമവേദി പ്രസിഡന്റ് രാജേഷ് വളർക്കോടി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സമൂഹത്തെ കൂട്ടായ്മ നിലനിർത്തുന്നതിന് വേണ്ടി, നമ്മുടെ സമൂഹത്തെ നല്ലൊരു മാനവികതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, നല്ലൊരു മതേതരത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പാവറട്ടി വിശുദ്ധ ഔസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 148 മധ്യസ്ഥ തിരുനാളിനോടനുബന്ധിച്ച് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്റ്റിക്കർ പ്രകാശനം ചെയ്തു. പാവറട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തിരുനാൾ സ്റ്റിക്കർ പ്രകാശനം നിർവഹിച്ചു. പബ്ലിസിറ്റി കൺവീനർ ഷാജൻ ജോസ് അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി ബാബു ജോർജ്, KF ലാൻസൺ, VC ജെയിംസ്, CT ജോസഫ്, ജോൺ ബെന്നീസ് എന്നിവർ സന്നിഹിതരായി. ഏപ്രിൽ 19, 20, 21 തീയതികളിലാണ് പാവറട്ടി തിരുനാൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് തെക്കുംകര പുന്നംപറമ്പ് സെന്ററിൽ നടത്തി. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PS റഫീഖ്, പഞ്ചു തോമസ്, ബിജോയ് ജോണി, ജീസോ ലോനപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. റിലീഫ് ഗ്രൂപ്പിന്റെ 14ാമത് ഷോറൂം ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. KSRTC റോഡിലെ പുല്ലൻസ് കോംപ്ലക്സിൽ ആരംഭിച്ച റിലീഫ് മെഡിക്കൽസ് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹനാൻ MP റിലീഫ് സർജിക്കൽസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, നഗരസഭാ കൗൺസിലർമാരായ നിത പോൾ, TD എലിസബത്ത്,
എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഫൈസൽ, അക്ബർ, റഷീദ്, ഡോക്ടർ ഷമീർ, PM ജോബിർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മരുന്നുകളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിന് റിലീഫിന്റെ ഷോറൂമുകൾ മൊത്തമായും ശീതീകരിച്ചവയാണ്. ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 15 മുതൽ 40% വരെ വിലക്കിഴിവ് നൽകുന്നുണ്ട്. ഇൻസുലിനും 18% വിലക്കുറവിൽ ലഭിക്കും. ലോകോത്തര നിലവാരമുള്ള എല്ലാ ബ്രാൻഡഡ് മരുന്നുകളും കോസ്മെറ്റിക്കുകളും വിലക്കുറവിൽ നൽകുകയും ചെയ്യുന്നു. കൂടാതെ സർജിക്കൽ ഇനങ്ങൾക്കും 40% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ക്യാൻസർ, ഡയാലിസിസ് തുടങ്ങിയ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പ്രത്യേക വിലക്കിഴിവും റിലീഫ് ഷോറൂമുകളിൽ നൽകി വരുന്നു. ഇതോടൊപ്പം സൗജന്യമായി ഹോം ഡെലിവറി സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വികസനത്തിന്റെ പാതയിൽ അതിവേഗം സഞ്ചരിക്കുന്ന ചാലക്കുടിക്ക് ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് റിലീഫ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷിഹാബ് പൂവമ്പറമ്പിൽ പറഞ്ഞു. റിലീഫിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമ്മൾ കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഓഫ്ലൈനായിട്ട് റിലീഫിലൂടെ ഡിസ്കൗണ്ടിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിവിധ നൂതന മോഡലുകളുമായി ശ്രദ്ധയാകർഷിച്ച ടൈലോസ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിശാലമായ ഷോറൂം ഗ്രീൻ EV മോട്ടോഴ്സ് ഉത്രാളിക്കാവ് പരുത്തിപ്രയിൽ പ്രവർത്തനമാരംഭിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ഗോപാലകൃഷ്ണൻ, പ്രദീപ്, ബുഷ്ര എന്നിവർ ആശംസ നേർന്നു. ഷോറൂം സാരഥികളുടെ മാതാപിതാക്കളായ ഉണ്ണികൃഷ്ണൻ, വിജയലക്ഷ്മി, ദിവാകരൻ, സരളാദേവി, ടൈലോസ് മാനേജിംഗ് ഡയറക്ടർ OM അനിൽകുമാർ, ഡയറക്ടർ വാണി അനിൽകുമാർ, ഷോറൂം സാരഥികളായ സതീഷ് സബിതം, ദിനേശ്, വിനീത സതീഷ്, വിജിത ദിനേശ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ടൈലോസ് മാർക്കറ്റിംഗ് മാനേജർ ജോമോൻ പല്ലൻ, ടൈലോസ് അക്കൗണ്ട്സ് മാനേജർ സന്തോഷ് കുമാർ, WSS പാട്രൺ ചന്ദ്രപ്രകാശ് ഇടമന, WSS കേരള ചാപ്റ്റർ പ്രസിഡന്റ് രവി കപ്പാരത്ത്, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവർ സന്നിഹിതരായി. തീർത്തും എക്കോ ഫ്രണ്ട്ലി ആയതും ഒറ്റ ചാർജിൽ 90 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്നതുമായ ഫീനിക്സ് പ്ലസ്, സ്പാരോ, ഡോവ് പ്ലസ് മോഡലുകളും കൂടാതെ ഒറ്റ ചാർജിൽ 180 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഹൈറോൺ ഹൈസ്പീഡ് മോഡലുമാണ് ടൈലോസ് വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്. 250 വാട്ട്സ് മോട്ടോർ പവറും മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയുമുള്ള ലൈസൻസ് ആവശ്യമില്ലാത്ത ആധുനിക ടെക്നോളജിയോട് കൂടിയ ടൈലോസിന്റെ ഡോവ് പ്ലസ് മോഡൽ ചുവപ്പ്, കറുപ്പ്, നീല നിറങ്ങളിലും ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ നാളെ തൃശൂരിലെത്തും. തന്നെ നേതാവാക്കിയ കോൺഗ്രസ് ആണെന്നും പാർട്ടി എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്നും TN പ്രതാപൻ MP. ചാലക്കുടിയിൽ BDJS സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മറിച്ചൊരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന സംഘത്തിലെ ഒരാളെ കൂടി ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ചെങ്ങാലൂർ മനക്കൽ കടവ് ജലസേചന പദ്ധതിയെ തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ഇന്ന് മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വൈകിട്ട് ലക്ഷദീപം തെളിയും. നാളെ ബലിയിടൽ ചടങ്ങിനായി തർപ്പണ കേന്ദ്രങ്ങൾ ഒരുങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.